നമ്മളെ കേരളത്തിലെ ജനങ്ങളെ തമ്മിൽ തെറ്റിക്കാനായി മാത്രം ജനനം കൊണ്ട ഒരു വക്കീലുണ്ട്, അഡ്വക്കേറ്റ് പുഷ്പരാജ്. അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതുന്ന അദ്ദേഹത്തിൻ്റെ എല്ലാ പോസ്റ്റുകളിലും ഒരു വാക്കുണ്ടാവും: ജിഹാദി. ജിഹാദി എന്നുള്ളത് പച്ചത്തെറിയാണ്, അല്ലെങ്കിൽ ഒരു മോശം വാക്കാണ്, അല്ലെങ്കിൽ ഒരു മോശം പ്രവൃത്തിയാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ധാരണ. ഒരുപക്ഷെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തുള്ള അറിവായിരിക്കാം. ഈ ജിഹാദി എന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നമ്മളെ കലക്ടറായിരുന്ന ദിവ്യ എസ് നായർ കൃത്യമായി വിവരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിലേക്ക് ഇതൊന്ന് എത്തിച്ചു കൊടുക്കാൻ, അപ്പോഴെങ്കിലും അദ്ദേഹത്തിന് തലയിൽ ആൾതാമസം വരട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ജിഹാദി എന്നത് എന്താണെന്ന് മനസ്സിലാകട്ടെ. ജിഹാദ് എന്നുള്ള ഒരു വാക്ക് നമ്മളിന്ന് ലോകമെമ്പാടും പല ആവർത്തി പലരും പല സന്ദർഭങ്ങളിലും ഉപയോഗിച്ച് കേൾക്കാറുണ്ട്. ഈ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? അറബിക് ഭാഷയിലെ അർത്ഥം എന്താണ്? ഖുറാനിൽ ജിഹാദ് എന്നുള്ള വാക്ക്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 41 ഇടങ്ങളിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഖുറാനിൽ ഉപയോഗിച്ചിട്ടുള്ള ജിഹാദ് എന്നുള്ള വാക്കിൻ്റെയും അതിൻ്റെ പല സന്ദർഭങ്ങളും എന്താണ് എന്നൊക്കെയുള്ളത് ഈ ഒരു പുസ്തകം വായിച്ചതിന് ശേഷം അതിലേക്കൊന്ന് കടക്കാനായിട്ടുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായി. ജിഹാദ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സമരനിരതമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളതാണ്. നിരന്തരമായിട്ടുള്ള പരിശ്രമം എന്നുള്ളതാണ്. ഒരുപക്ഷെ യാതന എന്നുള്ളതാണ്. അന്യനെ നശിപ്പിക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം. തീവ്രപക്ഷത്തേക്ക് ചേരുക, അണിനിരക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഖുറാനിൽ ആ പദം ഉപയോഗിക്കുന്ന സന്ദർഭം എന്നുള്ളത് ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ തൻ്റെ അനുയായികളോട് പറയുകയാണ്, നാം ഇനി ഇതിലും വലിയൊരു സമരത്തിനാണ് പോകുന്നത് എന്ന്. ബദർ യുദ്ധം കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ച് തളർന്ന് ഒരു വലിയ യുദ്ധം ജയിച്ചതിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ അനുയായികളോട് പറയുകയാണ്, നമ്മൾ ഇനി ഇതിലും വലിയ ഒരു സമരത്തിലേക്കാണ് പോകുന്നത് എന്ന്. അത് കേട്ടപ്പോൾ എല്ലാവരും ഇതിലും വലിയൊരു സമരമോ? ഇപ്പോൾ നമുക്ക് ആവശ്യം ഒരു വിശ്രമമാണ്. ഈ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുമ്പോൾ ഇതിലും വലിയൊരു സമരം എന്താണ് എന്ന ആശ്ചര്യത്തോടു കൂടി അവർ കേൾക്കുന്നു എന്നാണ് അതിൽ പറയുന്നത്. അതിന് നൽകുന്ന ഉത്തരം, അതെ, ഇതിലും വലിയൊരു സമരമാണ്. ആ സമരം നമ്മുടെ മനസ്സുകളോടാണ്, സ്വന്തം ദേഹ ഇച്ഛകളോടാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സുകളോടാണ്, സ്വന്തം ദേഹ ഇച്ഛകളോടാണ്, നന്മയിൽ നിന്നും നമ്മെ തടയുന്ന ദുരാഗ്രഹങ്ങളോടാണ് ആ സമരം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിരന്തരം അനുദിനം നാം നമ്മോട് തന്നെ പൊരുതുന്ന ആ പോരാട്ടത്തിൻ്റെ പേരാണ് ജിഹാദ് എന്നുള്ളത്. ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ ബാഹ്യമായിട്ടുള്ള പല ശക്തികൾക്കും നമ്മൾ ഒരുപക്ഷെ പോരാടുകയും അടങ്ങുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ബാഹ്യമായിട്ടുള്ള ഏതൊരു തിന്മയെയും നമ്മൾ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ ആന്തരികമായിട്ടുള്ള നമ്മുടെ ഈ പോരാട്ടം അത്രമാത്രം സുശക്തമായിരിക്കണം എന്നുള്ളതാണ് ആ വലിയ പോരാട്ടം, അല്ലെങ്കിൽ ആ വലിയ സമരം എന്നുള്ളത് കൊണ്ട് ഖുറാനിൽ പറയുന്നത്. അൽ ജിഹാദ് അൽ അഷ്ഗർ, അൽ ജിഹാദ് അൽ അക്ബർ എന്നുള്ളത്. അൽ അക്ബർ എന്നുള്ളത് ദി ഗ്രേറ്റർ ജിഹാദ് എന്നുള്ള അർത്ഥത്തിലാണ് അതിൽ സൂചിപ്പിക്കുന്നത്. ആ ഒരു ദി ഗ്രേറ്റർ ജിഹാദ് എന്നുള്ളത് നാം നമ്മുടെ തന്നെ ആന്തരികമായിട്ടുള്ള പിശാചുക്കളെ എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്നുള്ളതിനായി വഴിതെളിക്കുകയാണ് യഥാർത്ഥത്തിൽ ഓരോ മതവും ചെയ്യുന്നത്. എല്ലാ മതങ്ങളും നമ്മൾ അടിസ്ഥാനപരമായി നോക്കിയാൽ എല്ലാ മതങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് 2 കാര്യങ്ങളാണ്. എങ്ങനെയാണ് മനുഷ്യൻ തിന്മയെ
അതിജീവിക്കേണ്ടത് എന്നുള്ളത്. മഹാഭാരതം എടുത്താലും രാമായണം എടുത്താലും ബുദ്ധമതം എടുത്താലും ജൈനമതം എടുത്താലും ക്രിസ്ത്യാനം എടുത്താലും ഇസ്ലാം മതം എടുത്താലും എല്ലാം ഒന്ന്, തിന്മയെ എങ്ങനെയാണ് അതിജീവിക്കേണ്ടത് എന്നുള്ളത്. രണ്ട്, യാതനകളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളത്. എല്ലാ മതങ്ങളും പല ഭാഷയിലും പല വേഷങ്ങളിലും പല കഥകളിലും പല നിയമങ്ങളിലും പല ഗാനങ്ങളിലുമൊക്കെ നമുക്ക് പകർന്നു നൽകുന്നത് ഈ രണ്ട് കൃത്യങ്ങൾക്കുള്ള പരിജ്ഞാനമാണ്. എങ്ങനെ തിന്മയെ നേരിടണം, എങ്ങനെ നമ്മൾ യാതനകളെ നേരിടണം എന്നുള്ളത്. ഇത് രണ്ടും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ പരിജ്ഞാനം പകർന്നു തരിക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഖുറാനിലും ജിഹാദ് എന്നുള്ള ഒരു പദത്തിലൂടെ അർത്ഥമാക്കുന്നത്.